നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിനെ തന്നെ UDF നിർത്തിയിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോരിച്ചൊരിയുന്ന മഴയത്തും നിലമ്പൂരിൽ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി വന്നാൽ PV അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയ കാര്യം. അൻവറിന്റെ ആജന്മ ശത്രുവായ ആര്യാടനെ തന്നെ നിർത്തുന്നതിലൂടെ UDF-ൽ അൻവറിന്റെ വാക്കിന് ഒരു വിലയില്ല എന്നും കൂടി വ്യക്തമാക്കുകയാണ്. ചെകുത്താനെ നിർത്തിയാലും പിന്തുണയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് വരാതിരിക്കാൻ ആവുന്നത്ര പണിയെടുത്ത മുതല തന്നെയാണ് PV അൻവർ. VS ജോയിയെ പൊക്കി മലയോര മേഖലയുടെ ദൈവം എന്ന് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ചെറുപ്പക്കാരനായ VS ജോയിക്ക് പോലും തന്റെ മുന്നിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പ്രശ്നവും കൂടാതെ ഒഴിഞ്ഞു പോകുകയായിരുന്നു. എന്നാൽ അൻവർ നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ വെറുതെ ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അറ്റ്ലീസ്റ്റ് ആര്യാടനെ സപ്പോർട്ട് ചെയ്യും എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ക്രെഡിറ്റ് എങ്കിലും എടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതും ലഭിക്കാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് PV അൻവർ. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം തന്നെയാണ് നിലമ്പൂരിൽ ആരാകും UDF സ്ഥാനാർത്ഥി എന്നുള്ളത്. ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞ് ഇടഞ്ഞിരിക്കുക തന്നെയായിരുന്നു PV അൻവർ. നിലമ്പൂരിൽ യോജിച്ച സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ UDF-ന് കഴിയുമെന്നും അവർ അത് ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നും അൻവർ ഒരു വാർത്താ ചാനലിനോട് നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നു. എന്നാൽ ഷൗക്കത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ അൻവർ പരസ്യമായി എതിർത്ത് രംഗത്തെത്തി. ഉപതെരഞ്ഞെടുപ്പിന്റെ മുൻപന്തിയിൽ താൻ ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അൻവർ പിന്നീട് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് UDF-ൽ വ്യക്തമായ ആലോചന വേണമെന്ന് നേരത്തെ തന്നെ മുൻ നിലമ്പൂർ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ പറഞ്ഞ കാര്യമായിരുന്നു. കുടിയേറ്റ കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് താൻ VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് എന്നും അല്ലാതെ അദ്ദേഹത്തോട് പ്രത്യേകത മമതയൊന്നുമില്ല എന്നും PV അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അൻവറിന്റെ താല്പര്യം കേരള ജനം മുഴുവൻ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. 87 മുതൽ 2011 വരെ നിലമ്പൂരിൽ നിന്നും കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദാണ് തുടർച്ചയായി വിജയിച്ചത്. 77-ലും 80-ലും ആര്യാടനും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. 2016-ൽ ആര്യാടന്റെ കുത്തക തകർത്ത് തന്നെയാണ് അൻവർ നിലമ്പൂർ LDF-നെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. 2016-ലെ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ 1504 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനും 21-ലെ തെരഞ്ഞെടുപ്പിൽ 2700 വോട്ടുകളുടെ ഭൂരിപക്ഷം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്ത് നിന്ന് എപ്പോ തെറ്റിയോ അതിനുശേഷം ഒരിടത്ത് പോലും ഉറച്ചു നിൽക്കാൻ അൻവറിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.